എല്ലാവർക്കും നമസ്കാരം. +1 തുല്യത സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ചോദ്യവുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. 2024 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +1 തുല്യത സോഷ്യോളജി എന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 8ാമത്തെ പാഠത്തിൽ നിന്നാണ് എസ്സേ പ്രതീക്ഷിക്കുന്നത്. ഒരു എസ്സേ പ്രതീക്ഷിക്കുന്നത് 8ാമത്തെ പാഠത്തിൽ നിന്നാണ്. ചോദ്യം ഇങ്ങനെയാണ്: പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ അപകടങ്ങളെയും കുറിച്ച് വിശകലനം ചെയ്യുക. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ അപകടങ്ങളെയും കുറിച്ച് വിശകലനം ചെയ്യാനാണ് ചോദ്യം. ടെക്സ്റ്റ് ബുക്കിൽ, ഒന്നാമത് ടെക്സ്റ്റ് ബുക്കിലാണ് ഇതുള്ളത്. പേജ് നമ്പർ 172, 173, 174 എന്നീ പേജുകളിലായിട്ടാണ് ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത്. നമുക്കിവിടെ വിശകലനം ചെയ്യാം. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ അപകടങ്ങളെയും കുറിച്ചാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങളെ 5ആയി തിരിക്കാം. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങളെ 5ആയി തിരിക്കാം. 1 വിഭവശോഷണം, 2 മലിനീകരണം, 3 ആഗോളതാപനം, 4 ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, 5 പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ എന്നിങ്ങനെ 5 പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ 5ആയി തിരിക്കാം. ആദ്യം നമ്മളിത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഏതൊക്കെയാണ് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിങ്ങനെ എഴുതണം. സ്റ്റാർ ഇട്ടിങ്ങനെ എഴുതണം. 5 1 വിഭവശോഷണം, 2 മലിനീകരണം, 3 ആഗോളതാപനം, 4 ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, 5 അവസാനത്തെ പോയിൻ്റ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ. ഇതാണ് നമ്മുടെ 5 പോയിൻ്റ്. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ 5 എന്നിട്ട് നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം ഹെഡിങ് കൊടുക്കണം വിഭവശോഷണം. എന്താ വിഭവശോഷണം? ആ പേരിലുണ്ട്. എന്താണ്? വിഭവങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക, നശിച്ചു കൊണ്ടിരിക്കുക. വിഭവങ്ങൾ, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക, അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വിഭവശോഷണം. പ്രകൃതി വിഭവങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നതാണ് വിഭവശോഷണം. അപ്പോൾ നമുക്കറിയാം, പ്രകൃതി വിഭവങ്ങളെ 2ആയി തിരിക്കാം. 1 പുനഃസൃഷ്ടിക്കാനാവുന്നതും 1 പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതും. പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നതും പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതെന്ന രീതിയിൽ 2 തരം പ്രകൃതി വിഭവങ്ങളുണ്ട്. അതിൽ പെട്രോളിയം, അതുപോലെ ഭൂഗർഭജലം, ശിലകൾ, ഇതൊക്കെ പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തവയുണ്ട്. ഭൂമി, കൽക്കരി, പെട്രോളിയമൊക്കെ പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തവയാണ്. ഭൂമി, കൽക്കരി, പെട്രോളിയമൊക്കെ പുനഃസൃഷ്ടിക്കാൻ, ഭൂഗർഭജലം ഉദ്ദേശിക്കുന്നത് ഭൂഗർഭജലം, കൽക്കരി, പെട്രോളിയമൊക്കെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ ജലവൈദ്യുതി, കാറ്റാടിൽ നിന്നുള്ള ഊർജം, സൗരോർജം, ബയോഗ്യാസൊക്കെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വിഭവശോഷണത്തിൽ വിഭവശോഷണം എന്ന് എഴുതണം. എന്താ വിഭവശോഷണം? പ്രകൃതി വിഭവങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് വിഭവശോഷണം. പ്രകൃതി വിഭവങ്ങളുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെ പ്രകൃതി വിഭവങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് വിഭവശോഷണം. അതിലെഴുതുന്ന നമ്മൾ പ്രകൃതി വിഭവങ്ങളെ 2ആയി തിരിക്കാം. ഒന്ന് നമുക്ക് പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നതും, രണ്ടാമത് പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതും. പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നതും പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതും. ജലവൈദ്യുതി, കാറ്റാടിയിൽ നിന്നുള്ള ഊർജം, സൗരോർജം, ബയോഗ്യാസൊക്കെ പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നതാണ് ജലവൈദ്യുതി, കാറ്റാടിയിൽ നിന്നുള്ള ഊർജം, സൗരോർജം, ബയോഗ്യാസൊക്കെ നമുക്ക് പുനഃസൃഷ്ടിക്കാം. എന്നാൽ പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതാണ് ഭൂമി. ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭൂമി ഉദ്ദേശിക്കുന്നത് ഭൂഗർഭജലമാണ്. ഭൂഗർഭജലം, ഭൂമി, പിന്നെ കൽക്കരി, പെട്രോളിയം, ഇവയ്ക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തവയാണ്. ഭൂമി, ഭൂഗർഭജലം, കൽക്കരി, പെട്രോളിയം ഒക്കെ പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തവയാണ്. ഇങ്ങനെ പുനഃസൃഷ്ടിക്കാവുന്നതും പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതുമായ വിഭവങ്ങളുടെ അമിത ഉപയോഗം കാരണമാണ് വിഭവശോഷണം സംഭവിക്കുന്നത്. പുനഃസൃഷ്ടിക്കാവുന്നതും പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതുമായ വിഭവങ്ങളുടെ അമിതമായ ഉപയോഗമാണ് വിഭവശോഷണത്തിന് കാരണം. ക്ലിയർ ആയല്ലോ അല്ലേ? പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നതും പുനഃസൃഷ്ടിക്കാൻ പറ്റാത്തതുമായ വിഭവങ്ങളുടെ അമിതമായ ഉപയോഗമാണ് വിഭവശോഷണത്തിന് കാരണം. നമ്മൾ ആദ്യത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്താണെന്നാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് വിഭവശോഷണം. അതിലൊരു പോയിൻ്റ് കൂടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം. ഇവിടെ പറയുന്നുണ്ട് ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ
ഭൂഗർഭ വിധാനം അതിവേഗം താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇത്രയും ഈ സ്ഥലങ്ങളിലെ ഈ സംസ്ഥാനങ്ങളിൽ ഭൂഗർഭജലം വളരെ താഴ്ന്ന ലെവലിലാണെന്നാണ് പറയുന്നത്. ഇവിടേക്ക് ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ എന്തില്ല ജലമില്ല. ഭൂഗർഭജല വിധാനം വളരെ താഴ്ന്ന നിലയിലാണ്, അതിവേഗം താഴ്ന്നുകൊണ്ടിരിക്കുന്നു ഈ നഗരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്ര എഴുതി നമുക്ക് എന്തായി വിഭവശോഷത്തിലെ പോയിന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത ഹെഡിങ് കൊടുക്കാം. എന്താണ്? മലിനീകരണം. അടുത്ത ഹെഡിങ് എന്താ കൊടുക്കുന്നത്? മലിനീകരണം. ടെക്സ്റ്റ് ബുക്കിൽ വിശദമായി പറയുന്നുണ്ട്. പേജ് നമ്പർ 122, 123, 124 പേജുകളായിട്ട് ഇത് വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രധാന പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. പ്രധാന പോയിന്റ്സ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ രണ്ടാമത്തെ മലിനീകരണം ഹെഡിങ് കൊടുത്തു. മലിനീകരണത്തിൽ എന്തൊക്കെ എഴുതാം? നമ്മൾ വായു മലിനീകരണം എഴുതാം, ജലമലിനീകരണം എഴുതാം, ശബ്ദമലിനീകരണം എഴുതാം. അങ്ങനെ 3 തരത്തിലെ മലിനീകരണത്തെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് മലിനീകരണത്തിൽ എന്തൊക്കെ എഴുതും? വായു മലിനീകരണത്തിലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാവുന്നത് വായു മലിനീകരണം. ഒരു പ്രധാന പരിസ്ഥിതി പ്രശ്നമാണ് വായു മലിനീകരണം. വാഹനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ വ്യവസായശാലകളിൽ നിന്നുള്ള പുറന്തള്ളുന്ന പുകപടലങ്ങൾ, വാഹനങ്ങളിൽ നിന്നും വ്യവസായശാല ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന പുകപടലങ്ങൾ, ഇത് കാരണം എന്തുണ്ടാവുന്നു? വായു മലിനീകരണം ഉണ്ടാവുന്നു. വായു മലിനീകരണം കാരണം എന്ത് സംഭവിക്കുന്നു? ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. നഗരങ്ങളിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടുതലാണ്. കാരണം നഗരങ്ങളിലാണ് ഈ വായു മലിനീകരണം കൂടുതൽ. അപ്പോൾ ഈ വായു മലിനീകരണത്തിന് കാരണം പറഞ്ഞു എന്താണ്? വാഹനങ്ങളിൽ നിന്നും അതുപോലെ വ്യവസായശാലകൾ, അതായത് ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന പുകപടലങ്ങളാണെന്ത് ഈ വായുമലിനത്തിന് ഏറ്റവും പ്രധാന കാരണം. അങ്ങനെ വായുമലിനത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത ഹെഡിങ് കൊടുക്കുക ജലമലിനീകരണം. എന്താ ജലമലിനീകരണം അറിയില്ലേ? നമ്മുടെ ജലസ്രോതസ്സുകൾ എന്താവുന്നു? മലിനപ്പെടുന്നു. കുളം, കിണറൊക്കെ എന്ത് ചെയ്യുന്ന മലിനപ്പെടുന്നു. ഇതിനൊക്കെ കാരണം എന്താണ്? ഫാക്ടറിയിൽ നിന്നോ വീടുകളിൽ നിന്നൊക്കെ ഒഴുക്കി വിടുന്ന മലിനജലം, ഫാക്ടറികളിൽ നിന്നും അതുപോലെ വീടുകളിൽ നിന്നൊക്കെ ഒഴുക്കി വിടുന്ന മലിനജലം, അപ്പോൾ വളങ്ങൾ, സിന്തറ്റിക് വളങ്ങൾ, കീടനാശികൾ അമിതമായ ഉപയോഗം, ഇതൊക്കെ എന്തിന് കാരണമാകുന്നു? ജലമലിനീകരണത്തിന് കാരണമാകുന്നു. കീടനാശികളുടെയും സിന്തറ്റിക് വളങ്ങളുടെയും അതുപോലെ വീടുകളിൽ നിന്നും ഫാക്ടറിയിൽ നിന്നും ഒഴുക്കി വിടുന്ന മലിനജലം ജലമലിനീകരണത്തിന് കാരണമാകുന്നു. അങ്ങനെ ഈ തരത്തിൽ നമ്മുടെ കുളം, കിണർ തുടങ്ങിയ ജലസ്രോതസ്സുകൾ എന്താകുന്നു? മലിനപ്പെടുന്നു. ജലമലിനീകരണം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നിടത്ത് ശബ്ദമലിനീകരണം. എന്താ ശബ്ദമലിനീകരണം? നഗരപ്രദേശങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ് ശബ്ദമലിനീകരണം. നഗരപ്രദേശങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ശബ്ദമലിനീകരണം. അതിനെന്താ കാരണം? ഈ മതരാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നു. മതരാഷ്ട്രീയ സാംസ്കാരിക പരിപാടികളുണ്ടാവും. ആ പരിപാടികൾക്ക് എന്ത് ചെയ്യുന്നവർ അനിയന്ത്രിതമായ രീതിയിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നു. പിന്നെ വാഹനങ്ങളുടെ ഉച്ചത്തിലുള്ള ഹോണുകൾ എന്നിവയ്ക്ക് എന്തുകൊണ്ട് കാരണമാകുന്നു? ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ ഉച്ചഭാഷിണികൾ, വാഹനങ്ങളിൽ നിന്നുള്ള ഹോണുകളൊക്കെ എന്തിന് കാരണം? ശബ്ദമലിനീകരണത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം. നഗരപ്രദേശങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ശബ്ദമലിനീകരണം. ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? മലിനീകരണത്തിൽ എഴുതണം. ആദ്യം എഴുതേണ്ടത് മലിനീകരണം ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? വായു മലിനീകരണം എക്സ്പ്ലെയിൻ ചെയ്യണം, ജലമലിനീകരണം എക്സ്പ്ലെയിൻ ചെയ്യണം, ശബ്ദമലിനീകരണം എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെ 3 തരത്തിലുള്ള എന്ത് ചെയ്യണം? മലിനീകരണത്തെ കുറിച്ച് എഴുതണം. അടുത്ത ഹെഡിങ് കൊടുക്കുക ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. നമുക്കറിയാം ആ പേരിലുണ്ട് ഭൂമി ഒന്നാകെ ചൂട് പിടിക്കുന്നതാണ് ആഗോളതാപനം. ഭൂമി ക്രമാതീതമായി ചൂട് പിടിക്കുന്ന എന്താണ്? ആഗോളതാപനം. അത് നമുക്കിങ്ങനെ എഴുതാം. ജനസംഖ്യാ വർധനവ്, അതുപോലെ എന്താണ്? വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം, വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം, അതുപോലെ വനനശീകരണം, പ്ലാസ്റ്റിക്കിന് അമിതമായ ഉപയോഗം എന്നിവയുടെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. തൽഫലമായി ഭൂമി എന്ത് ചെയ്യുന്നു? ക്രമാതീതമായി ചൂട് പിടിക്കുന്നു. അപ്പോൾ ഭൂമി ക്രമാതീതമായി ചൂട് പിടിക്കുന്ന പ്രവർത്തനമാണ് ആഗോളതാപനം. ഭൂമി ക്രമാതീതമായി ചൂട് പിടിക്കുന്ന പ്രവർത്തനമാണ് ആഗോളതാപനം. അതിന് കാരണം പറഞ്ഞു: വനനശീകരണം, വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം, ഫാക്ടറികളുടെ ആവിർഭാവം എന്നിവ, ജനസംഖ്യാ വർധനവ് എന്നിവയുടെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ, മീഥേൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ഭൂമി എന്ത് ചെയ്യുന്നു? തത്ഫലമായി ചൂട് പിടിക്കുന്നു.
ഇങ്ങനെ ഭൂമി ചൂട് പിടിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ആഗോളതാപനം. ഭൂമി ക്രമാതീതമായി ചൂട് പിടിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ആഗോളതാപനം. അപ്പോൾ ഇവിടെ പറഞ്ഞു അതിന് കാരണം എന്താണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ തുടങ്ങിയവയുടെ എന്താണ് തുടങ്ങിയ വാതകങ്ങളുടെ അളവ് ഗണ്യമായി കൂടി ഭൂമിയിൽ നിന്ന്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ തുടങ്ങിയ വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ ഗണ്യമായി വർദ്ധിച്ചു. തത്ഫലമായി എന്ത് ചെയ്യുന്നു? ഭൂമി ചൂട് പിടിക്കുന്നു. ഈ ഭൂമി ചൂട് പിടിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ആഗോളതാപനം. നമ്മളിപ്പോൾ 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ചോദ്യം ഒന്നാമത് എന്തായിരുന്നു? വിഭവശോഷണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മലിനീകരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ എന്താ ഇത് പറഞ്ഞത്? ആഗോളതാപനം. ആഗോളതാപനം അതിലെന്തൊക്കെ ചെയ്തു? ആഗോളതാപനത്തിൽ നമ്മൾ ഭൂമി ക്രമാതീതമായി ചൂട് പിടിക്കുന്ന പ്രവർത്തനമാണ് ആഗോളതാപനം. ഭൂമി ക്രമാതീതമായി ചൂട് പിടിക്കുന്ന പ്രവർത്തനമാണ് ആഗോളതാപനം. ആഗോളതാപനത്തിന് കാരണം പറഞ്ഞു വനനശീകരണം, ജനസംഖ്യാ വർധനവ്, ഫാക്ടറികളുടെ ആവിർഭാവം തുടങ്ങിയ വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം എന്നിവ കാരണമായി അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു. പറയുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ തുടങ്ങിയ വാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു. തത്ഫലമായി ഭൂമി ക്രമാതീതമായി ചൂട് പിടിക്കുന്നു. ഇങ്ങനെ ഭൂമി ക്രമാതീതമായി ചൂട് പിടിക്കുന്ന പ്രവർത്തനമാണ് ആഗോളതാപനം. ഭൂമി ക്രമാതീതം പറഞ്ഞാൽ മെല്ലെ മെല്ലെ ഇങ്ങനെ ചൂട് പിടിക്കുന്ന പ്രവർത്തനമാണെന്ത്? ആഗോളതാപനം. അടുത്ത ഹെഡിങ് കൊടുക്കുക. നമ്മൾ 4ാമത്തെ ഹെഡിങ് കൊടുക്കുക. ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. നമുക്കറിയാം ഈ ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങളുടെ പേരാണ് BT കോട്ടൺ, അതുപോലെ BT വഴുതനൊക്കെ. BT വഴുതന, BT കോട്ടൺ എന്നൊക്കെ പറയുന്നതാണ് ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ പേരാണ്. ഒരു ജീവജാലത്തിൻ്റെ ജീനുകളുടെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുതിയ സവിശേഷതകളുള്ള ജീവജാലത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജനിതക മാറ്റം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ജീവജാലത്തിൻ്റെ ജീനുകളെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുതിയ സവിശേഷതകളുള്ള ജീവജാലത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജനിതക മാറ്റം. ഒരു ജീവജാലത്തിൻ്റെ ജീനുകളെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുതിയ സവിശേഷതകളുള്ള ജീവജാലത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജനിതക മാറ്റം. ഇങ്ങനെ ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ പരിസ്ഥിതിക്ക് എന്ത് ചെയ്യുന്നു? ആപത്താണ്. പരിസ്ഥിതിയിലെ പ്രധാന ഒരു പ്രശ്നമാണ് എന്ത്? ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. നമ്മൾ എഴുതണം. ഉദാഹരണത്തിനാണ് BT കോട്ടനും BT വഴുതന. എന്താ ജനിതക മാറ്റം? ഒരു ജീവജാലത്തിൻ്റെ ജീനുകളെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുതിയ സവിശേഷതകളുള്ള ജീവജാലത്തിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജനിതക മാറ്റം. ഒരു ജീവജാലത്തിൻ്റെ ജീനുകളെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുതിയ സവിശേഷതകളുള്ള ജീവജാലത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജനിതക മാറ്റം. ഇങ്ങനെ ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ പരിസ്ഥിതിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇനി നമ്മൾ എഴുതുന്നത് ലാസ്റ്റ് പോയിന്റിലേക്ക് പോകുന്നു. നമ്മുടെ 5ാമത്തെ പോയിന്റ്, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ. അതും എന്തിനു കാരണമാണ്? ഒരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ് എന്ത്? ദുരന്തങ്ങൾ. നമുക്കറിയാം ഭോപ്പാൽ ദുരന്തം, ചെർണോബിൽ നടന്ന ഭോപ്പാൽ ദുരന്തം, പിന്നെ സുനാമി, ഭൂകമ്പം എന്നിവയൊക്കെ എന്താണ്? പ്രകൃതിദത്ത ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളെ പ്രകൃതിദത്തമെന്നും മനുഷ്യനിർമ്മിതമെന്നും രണ്ടായി തിരിക്കുക. നമ്മൾ ആദ്യം ഹെഡിങ് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഹെഡിങ് എന്താ കൊടുക്കുന്നത്? നമ്മൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഹെഡിങ് കൊടുക്കുന്നു. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു? പരിസ്ഥിതി പ്രശ്നങ്ങളെ പ്രകൃതിദത്തമെന്നും മനുഷ്യനിർമ്മിതമെന്നും രണ്ടായി വിഭജിക്കാം. പരിസ്ഥിതി പ്രശ്നങ്ങളെ പ്രകൃതിദത്തമെന്നും മനുഷ്യനിർമ്മിതമെന്നും രണ്ടായി വിഭജിക്കാം. 1984 ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് പറയാം. പിന്നെ ചെർണോബിൽ ദുരന്തം, ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് പറയാം. പിന്നെ ചെർണോബിൽ ദുരന്തം, പിന്നെ എന്താണ്? സുനാമി, ഭൂകമ്പം തുടങ്ങിയ 4 ദുരന്തത്തെക്കുറിച്ച് നമുക്ക് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്ത് ചെയ്യുന്നു? മനുഷ്യനിർമ്മിതവും അതുപോലെ പ്രകൃതിദത്തവുമായ ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് ഭോപ്പാൽ ദുരന്തം, ചെർണോബിൽ ദുരന്തം, സുനാമി, ഭൂകമ്പമൊക്കെ. ഇത്ര എഴുതിയാൽ എന്തായി? നമ്മുടെ എസ്സേ കംപ്ലീറ്റ് ആയി. എസ്സേ ചോദ്യം എന്തായിരുന്നു? പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാം, അതിൻ്റെ അപകടങ്ങൾ എന്തെല്ലാം വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങളും
അതിൻ്റെ അപകടങ്ങളും വിശകലനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന +1 തുല്യത സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട എസ്സേകളിലൊന്ന്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പേജ് നമ്പറൊക്കെ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതാണ്. 172, 173, 74 പേജുകളിലുണ്ട് അതിൻ്റെ പോയിൻറ്റ്സ്. അപ്പോൾ ഈ ക്ലാസ് ആവർത്തിച്ച് കേൾക്കുക, പോയിൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. ഇത് പ്രധാനപ്പെട്ടതാണ്, പഠിച്ചാൽ പാഴാവില്ല. അപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ, പഠിക്കാൻ കഴിയട്ടെ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.